بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണിത്. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട മര്യാദകളാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചാലല്ലാതെ നിങ്ങൾ പോകരുത്, ക്ഷണിക്കാതെ പോകരുത്. ചെന്നു കഴിഞ്ഞാൽ തന്നെ വേറെ നാദരീന ഇനാകും, ഭക്ഷണം വേവുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. വലാകിനിദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ചെല്ലുക. വൈദാ തഅംതും ഫന്തശിറൂ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കരുത്, പെട്ടെന്ന് പോവുകയും ചെയ്യണം. നിങ്ങൾ അവിടെ നോക്കിയിരിക്കുന്നത് പ്രവാചകന് വിഷമമാണ്, അത് പറയാൻ പ്രവാചകന് മടിയുമാണ്. അള്ളാഹുവിന് അത് പറയാൻ മടിയില്ല, അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഇതാണ് ഈ ആയത്തിന്റെ സാരം. ഇതിന്റെ അവതരണ പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ച അന്ന് കല്യാണം കഴിഞ്ഞ് പ്രവാചകനും ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി പ്രവാചകൻ കൊടുത്ത്. ഹൈസ് എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ്, കാരക്കയും അതുപോലെ മാവും പാൽക്കട്ടിയും കൂട്ടി ഉണ്ടാക്കുന്ന ഒരു തരം മധുരമുള്ളൊരു ഭക്ഷണമാണ്. അല്പമേ ഉള്ളൂ. അത് കൊടുത്തു വെച്ചിട്ട് അനസിനോട് പറയുന്നുണ്ട്, മോനെ നബിയോട് പറയേണ്ടത് കുറച്ചേ ഉള്ളൂ എന്ന് നബിയോട് പ്രത്യേകം പറയണമെന്ന് പറയുന്നുണ്ട്. നബിക്ക് വേണ്ടി കൊടുത്തു വിടുന്നതാണ്, കല്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ. അനസ് റളിയല്ലാഹു ഇത് കൊണ്ടുപോയി പ്രവാചകന് കൊടുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ചു പേരുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുകളെ വിളിക്കാൻ പറഞ്ഞു. വളരെ കുറഞ്ഞ ആൾക്കാരുടെ പേര് പറഞ്ഞു കൊടുത്തു. അനസ് റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്. അനസ് വെളിയിലിറങ്ങിയിട്ട് നബി പറഞ്ഞ ആളുകളെ വിളിച്ചു, കാണുന്ന എല്ലാ ആളുകളെയും വിളിച്ചു. ഭക്ഷണമാണെങ്കിൽ വളരെ കുറച്ചു. അവസാനം ആളുകൾ വന്നു. അനസിനോട് നബി ചോദിച്ചു, എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അനസ് പോയി എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, 300 പേരുണ്ടെന്ന്. 300 പേരെ അനസ് വിളിച്ചിട്ടുണ്ട്. ഭക്ഷണം വളരെ കുറഞ്ഞേ ഉള്ളൂ. അവർ വിശ്വാസം പറഞ്ഞു, എല്ലാവർക്കും ഈ വീട്ടിൽ കയറാൻ സ്ഥലമില്ലല്ലോ. 10 പേരുള്ള ഗ്രൂപ്പുകളായി 300 പേരെ തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 10 പേരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 10 പേര് വന്ന് ഭക്ഷണം കഴിച്ച് വെളിയിലിറങ്ങി. അങ്ങനെ 300 പേരും ഭക്ഷണം കഴിച്ച് 30 ടൈമായിട്ട് ഭക്ഷണം കഴിച്ച് വെളിയിലിറങ്ങി. പക്ഷെ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ല. അവർ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു പുതുമണവാട്ടിയാണ്. അവരിങ്ങനെ ഒരു ഭിത്തിയിലേക്ക് നേരെ ഇരുന്ന് ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി ഭിത്തിയുടെ നേരെ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ചെറിയ വീടാണ് തുടങ്ങി. നബിക്കാണെങ്കിൽ ഇവരോട് പറയാനും പറ്റില്ല പോകാൻ. നബി വെളിയിലിറങ്ങും, അകത്ത് കയറും, വെളിയിലിറങ്ങും, അകത്ത് കയറും. ഇവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവർ പോകുന്നില്ല, ഇവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ ഭാര്യമാരുടെയൊക്കെ വീടുകളിലൊന്ന് പോയി, എന്നാലെങ്കിലും ഇവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭാര്യമാരുടെ വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ നബിക്കൊരു ഭാരമാണ്, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അവരത് മനസ്സിലാക്കി എണീറ്റ് പോയി. ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തുമായിട്ട് ഇറങ്ങുന്നത്. ഇതിൽ പഠിപ്പിക്കുന്ന മര്യാദ നമുക്കും ബാധകമാണ്. ഈ കല്യാണ സദസ്സിലേക്ക് ക്ഷണിക്കാതെ പോകരുത്. ഒന്നാമത്തെ കാര്യം, ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകരുത്. രണ്ടാമത്തെ കാര്യം ഗൈറ നാദിരീന ഇനാഹു, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തരുത്. ചെമ്പ് പൊട്ടിക്കാതെ ഓഡിറ്റോറിയത്തിൽ ചെല്ലരുത്. പാചകം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. കൃത്യമായി പറയുന്നുണ്ട്, ഗൈറ നാദിരീന ഇനാഹു വലാകിനിദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പോയിക്കോളി. വൈദാ തഅംതും ഫന്തശിറൂ, ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കരുത്, പിന്നെ പോരണം. കാരണം വീട്ടുകാരുടെ തിരക്കുണ്ട്. നമ്മളെ മാത്രം സ്വീകരിച്ചാൽ പോരാ. നമ്മളെപ്പോലെ 100 കണക്കിന് അതിഥികളുണ്ട്. നമ്മൾ വീട്ടുകാരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അയാളുടെ സമയം കളയലാണ്. മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിയില്ല. തന്നെയല്ല, പാർക്കിംഗ് വളരെ കുറവായിരിക്കും. നമ്മുടെ വണ്ടി എടുത്ത് പോകാതെ വേറൊക്കെ അവിടെ കയറാൻ പറ്റുള്ളൂ. തന്നെയല്ല, അയാൾക്ക് വേറെ തിരക്കുകളുണ്ടാകും. വിവാഹം കഴിഞ്ഞൊരു വീട്ടിൽ ആ വീട്ടുകാരന് എന്തെല്ലാം തിരക്കുകളുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ച് നിങ്ങൾ പെട്ടെന്ന് പോരണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഹിക്മത്ത് ഒരു തത്വം പറയാറുണ്ട്. ഒരു മാന്യന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് അദ്ദുഖൂലു അലൽ കിറാം, മാന്യന്മാരുടെ അടുക്കൽ മാത്രം പോകലാണ്. ഖില്ലത്തുൽ കലാം, അവിടെ ചെന്നാൽ കുറച്ചു മാത്രം സംസാരിക്കലാണ്. സുറഅത്തുൽ ഖിയാം, കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോരലാണ്. ഈ 3 മാന്യന്റെ ലക്ഷണമാണ്. ഇത് നമ്മൾ പാലിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.